ലോകത്തിനു മുമ്പിൽ വിളറി വെളുത്ത് തലകുനിച്ച് നിൽക്കുകയാണ് ട്രംപും നെതന്യാഹു. ഈ സന്തോഷ വാർത്ത നിങ്ങളെ നേരിട്ട് അറിയിക്കാനാണ് ഞാൻ മുഖാമുഖം വന്നത്. കുറേ കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളും ഇവിടുത്തെ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് എൻ്റെ ശബ്ദം നിങ്ങളെ തേടിയെത്തിയത്. പക്ഷേ ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് 2025 ജൂൺ 24. ഈ ദിവസം പോരാളികളുടെ വിജയത്തിൻ്റെ ദിവസമായി ചരിത്രം രേഖപ്പെടുത്തും. ഇറാൻ്റെ വിജയത്തിൻ്റെ ദിവസം. ഇറാന് മുമ്പിൽ തലകുനിച്ചു അമേരിക്കയും ഇസ്രായേലും. അവസാന മിസൈലുകളും ലക്ഷ്യം കണ്ടതിന് ശേഷമാണ് ഇറാൻ വെടിനിർത്തലിന് അംഗീകരിച്ചത്. ട്രംപ് ഇന്ന് വെടിനിർത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇറാൻ ഇന്ന് തള്ളിക്കളഞ്ഞു. ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറല്ല. ഇസ്രായേൽ എപ്പോൾ വെടിനിർത്തുന്നോ ഞങ്ങൾ വെടിനിർത്താം. ഇന്ന് രാവിലെ ഇസ്രായേലിൻ്റെ വളരെ പ്രശസ്തമായ ബീർബേഷയിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ടെൽ അവീവിലും ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായി. 4 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് പറഞ്ഞു, ഇനി കളി വേണ്ട മക്കളെ, പണി പാലും വെള്ളത്തിൽ കിട്ടി. പാലും വെള്ളത്തിൽ പണി കിട്ടുമ്പോൾ പിന്നെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, കീഴടങ്ങുക. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ട്രംപ് മുഴക്കിയത്. ഇറാൻ്റെ ഫോർദോ ആണവ നിലയം അമേരിക്ക തകർത്തു. ഉടൻ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങ് അച്ഛൻ നിരത്തി. ഫോർദോ ആണവ നിലയം തകർന്നു. ചില സംഖ്യ മാധ്യമങ്ങളാണെങ്കിൽ ഇറാൻ തീർന്നു, ഇറാനെ ചുട്ടരിച്ചു, ആണവ നിലയങ്ങൾ തകർത്തു. അതേ ഫോർദോ ആണവ നിലയത്തിൽ ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തി. എന്നിട്ട് ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ തകർത്തു. ഒന്നും തകർന്നില്ല. അവിടെ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടുത്തെ യുറേനിയവും മറ്റ് ആണവ സമ്പുഷ്ടീകരണ സാമഗ്രികളും ഒക്കെ ഇറാൻ മാറ്റി. ഫോർദോ ആണവ നിലയത്തിന് കാവൽ നിൽക്കുന്നത് റഷ്യൻ സൈനികരാണ്. 700ഓളം റഷ്യൻ സൈനികരാണ്, പരിശീലനം സിദ്ധിച്ച റഷ്യൻ സൈനികരാണ് അതിന് കാവൽ നിൽക്കുന്നത്. അവർക്ക് വല്ലതും പറ്റിയാൽ തീർന്നില്ലേ? അതുകൊണ്ട് ഫോർദോയ്ക്കൊന്നും സംഭവിച്ചില്ല. അടുത്ത വാർത്ത, ഇറാനിലെ രാഷ്ട്രീയ തടവുകാരെ, അതായത് ഖൊമൈനി വിരുദ്ധരെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ കവാടം തകർത്തു. ശരിയാണ്, ജയിൽ കവാടം തകർത്തു. പക്ഷെ ജയിലിനുള്ളിലൊന്നും സംഭവിച്ചില്ല, അവർ പുറത്തിറങ്ങിയില്ലല്ലോ. ചുരുക്കത്തിൽ ഖൊമൈനിയെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം. അതിനായിരുന്നു ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചതും ചുട്ട തിരിച്ചടി വാങ്ങിയത്. ഖൊമൈനിയെ കൊല്ലുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പ്രഖ്യാപിച്ചു. എന്തായി? ഖൊമൈനി ഇപ്പോഴും ലോകത്തിന് മുമ്പിൽ പോരാളികളുടെ തേരാളിയായി നിൽക്കുന്നു, വർദ്ധിത വീര്യത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്നു. ആ വയോവൃദ്ധ സൈനികൻ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നു, ഞങ്ങളാണ് പോരാളികൾ, നിങ്ങൾ കണ്ടോ ഞങ്ങളുടെ ശക്തി. ഇതൊക്കെയാണ് സംഭവിച്ചത്. ചില സംഖ്യമാധ്യമങ്ങൾ ഉപരിയിടുന്നുണ്ട്, ഇസ്രായേൽ തീർന്നു, അല്ല ഇറാൻ തീർന്നു. ഇസ്രായേൽ തീർന്നു എന്നല്ല, ഇറാൻ തീർന്നു, ഇറാൻ്റെ തഴുപൊടിഞ്ഞു, ഇറാനിയൊന്നുമില്ല, അമേരിക്ക ഇറങ്ങി, ടെക്നോളജിക്കൽ യുദ്ധം ആരംഭിച്ചു. ഒന്നും സംഭവിച്ചില്ല. നെതന്യാഹു പറഞ്ഞു ഇറാൻ്റെ വ്യോമപാത ഇസ്രായേൽ കീഴടക്കിയെന്ന്. എവിടെ കീഴടക്കി? തുരുതുരയാണ് മിസൈലുകൾ എന്നും പതിച്ചത്. അവസാന മിസൈലിന് ലക്ഷ്യം കണ്ട ശേഷമാണ് വെടിനിർത്തൽ കരാറിന് ഇറാൻ അംഗീകാരം നൽകിയത്. അവസാന മിസൈലും ലക്ഷ്യം കണ്ടതിന് ശേഷം. ഒന്ന് ആലോചിച്ച് നോക്കണേ അവരുടെ പോരാട്ട വീര്യം. ആ പോരാട്ട വീര്യത്തിന് മുമ്പിൽ നമ്മൾ സല്യൂട്ട് അടിക്കണം. ആ പോരാട്ട വീര്യത്തെ നമ്മൾ നമസ്കരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2025 ജൂൺ 24, അതായത് ഇന്നത്തെ ദിവസം പോരാളികളുടെ വിജയ ദിവസമാണ്. തേരാളികളുടെ വിജയ രഹസ്യമാണ്, വിജയ ദിവസമാണ്. ഇത് ചരിത്രത്തിൽ എഴുതപ്പെടുന്നു. ഇത് നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഈ വാർത്ത ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ടെഹ്റാനിൽ വിജയാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങൾ തെരുവിലാണ്. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇറാൻ്റെ ആയുധശേഷിയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട്, അവസാന മിസൈലും ലക്ഷ്യത്തിൽ എത്തിച്ചുകൊണ്ട് ഇറാൻ യുദ്ധം വെടിനിർത്തൽ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. ട്രംപ് പറയുന്ന താളത്തിനൊത്ത് തങ്ങൾ തുള്ളില്ല എന്ന് ഇറാൻ തെളിയിച്ചു. ഇന്നലെ ഖത്തറിൽ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ഒരു പ്രതീകാത്മക ആക്രമണം. 14 മിസൈലുകൾ അവർ അയച്ചു, 2 ലക്ഷ്യം കണ്ടു. ലക്ഷ്യം കണ്ടപ്പോൾ ട്രംപിന് കാര്യമൊക്കെ പിടികിട്ടി. ഇറാനെ തകർത്തേ അടങ്ങും, ഖൊമൈനിയെ തകർത്തേ അടങ്ങും. ഖൊമൈനിയെ കൊന്ന് ഇറാനിൽ മേക്ക് ഇറാൻ, പുതിയൊരു ഇറാൻ ഉണ്ടാക്കും. അതാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം അവിടെ പോയി.
ഒരു പ്രഖ്യാപനത്തിനും അർത്ഥമില്ല. അതേ ട്രംപേൻ എന്ന് പറയുന്നു വെടിനിർത്തിയേ പറ്റും. ഇസ്രായേലിനെ വിളിച്ച് പറഞ്ഞു വെടിനിർത്തിക്കുക, അല്ലെങ്കിൽ പണി പാളി. ഇറാന്റെ ഗർജിക്കുന്ന മിസൈലുകൾ, ഇറാന്റെ ഗർജിക്കുന്ന പോരാളികൾ ഇസ്രായേലിന് നേർക്ക് ചങ്കുറപ്പോടെ നിന്നപ്പോൾ, അമേരിക്കയെ തൃണവൽക്കരിച്ചപ്പോൾ യുദ്ധം ഇറാന്റെ വിജയത്തിന്റെ യുദ്ധമായി മാറി. യുദ്ധം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കയ്യിൽ നിന്നങ്ങ് പോയി. അതാണ് സത്യം. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസം. ഈ സന്തോഷത്തിൻ്റെ ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തി സന്തോഷകരമായ വാർത്ത അറിയിക്കുന്നു. വളരെ സന്തോഷകരമായ വാർത്ത. ഈ വാർത്ത ലോകമെമ്പാടുമുള്ള പൊരുതുന്ന ജനതയുടെ ആഹ്ലാദ വാർത്തയാണ്. ലോകമെമ്പാടും അധിനിവേശം അനുഭവിക്കുന്ന ജനതയുടെ വാർത്തയാണ്. അധിനിവേശം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആഹ്ലാദം നൽകുന്ന വാർത്തയാണ്. ചുരുക്കത്തിൽ ഈ വാർത്ത ലോകത്തിന് വളരെ ഉത്തേജനം നൽകുന്ന വാർത്തയാണ്. ആധുനിക കാലത്ത് അടിമത്തമില്ല, ആധുനിക കാലത്ത് അധിനിവേശമില്ല. പൊരുതുന്ന ജനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്നിട്ടും ഇറാൻ ജനത പൊരുതി നിന്നു. അവർ ഖൊമൈനിക്ക് മുമ്പിൽ അടിയുറച്ച് നിന്നു. അവർ ഖൊമൈനിക്ക് മുമ്പിൽ ശക്തിയോടെ നിന്നു. ആ ജനതയ്ക്ക് മുമ്പിലാണ് അമേരിക്കയും ഇസ്രായേലും പടം മടങ്ങിയത്. എന്തായാലും ഈ സന്തോഷകരമായ വാർത്ത മുഖാമുഖം തന്നെ ഞാൻ അറിയിക്കുന്നു. ഇന്നലെ ഖത്തറിലേക്ക് ഇറാൻ അയച്ചത് പ്രതീകാത്മകമായ ആക്രമണമായിരുന്നു. മിസൈലുകളൊക്കെ തകർത്തുവെന്ന് അമേരിക്ക പറഞ്ഞെങ്കിൽ 2 മിസൈൽ വീണെന്ന് അമേരിക്ക സമ്മതിച്ചു. അതിനുശേഷം ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണമുണ്ടായി. ഇറാന്റെ സായുധ സംഘങ്ങൾ ഹൂത്തികളും ഹിസ്ബുള്ളയും വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുത്തു.